ഉത്തർപ്രദേശിലെ ഹാദ്രാസ് ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. തിക്കും തിരക്കും ഉണ്ടായതായത് അപകട കാരണം ആ വഴിക്കാണെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. 2 ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി വിനീത വി ജി തത്സമയം ചേരുന്നു. വിനീത, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലെ മണ്ണെടുത്തോളാൻ പറഞ്ഞതാണ് പ്രശ്നങ്ങൾ കാരണമെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് ലേറ്റസ്റ്റ് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്? തീർച്ചയായും എസ്കെൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ഈ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ഒരാളാണ് എസ്കെൻ പറഞ്ഞ അക്കാര്യത്തിൽ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ആളുകളോട് ഈ ഭോലെ ബാബ തന്റെ കാൽച്ചുവട്ടിൽ നിന്നുള്ള മണ്ണെടുക്കാൻ, പാദസ്പർശമേറ്റ മണ്ണെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് തിക്കും തിരക്കും ഉണ്ടായതെന്നാണ് അവിടെ എത്തിയ ചില ആളുകൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള മൊഴികളടക്കം, അതായത് 119 പേരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് തിക്കും തിരക്കും ഉണ്ടായതാണ് ഈ അപകട കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഉത്തർപ്രദേശ് സർക്കാരിനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പരിപാടിക്കായി 2 ലക്ഷത്തിലധികം ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 80,000 ആളുകൾക്ക് മാത്രമായിരുന്നു അനുവാദം ഉണ്ടായിരുന്നത്, പെർമിറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വകവയ്ക്കാതെയാണ് കൂടുതൽ ആളുകളെ പരിപാടിക്കായി സംഘാടകർ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ കൂടുതൽ ആളുകൾ ആ പരിപാടിക്കായി എത്തുമ്പോൾ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനോ ആ മേഖല സന്ദർശിക്കാനോ ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനോ ഒക്കെ സംഘാടകർ ശ്രമിക്കേണ്ടതായിരുന്നു. ഇക്കാര്യത്തിൽ ഈ സംഘാടകർക്ക് പിഴവ് പറ്റിയെന്നും ഈ റിപ്പോർട്ടിൽ, അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 119 പേരുടെ മൊഴി ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതിയായ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ സംഘാടകർ പരിപാടിക്കായി ഏർപ്പെടുത്തിയിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ സംഘാടകർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതായത് ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്താൻ സംഘാടകർക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഇവിടെ നടപ്പായില്ല എന്നും ആ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റ്, കളക്ടർ, SP ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അപകടത്തിൽ മരിച്ചവരുടെ, അവരുടെ ഈ കുടുംബാംഗങ്ങളുടെ മൊഴിയും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘാടകർക്ക് പിഴവുണ്ടായെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട്. അക്കാര്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് ഉത്തർപ്രദേശ് സർക്കാരിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഭോലെ ബാബയ്ക്കെതിരെ ഇനിയും നടപടിയെടുക്കാനോ FIR രേഖപ്പെടുത്താനോ പ്രതിപട്ടികയിൽ ചേർക്കാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ ഈ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലും ഭോലെ ബാബയെ പറ്റിയുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ സംഘാടകർക്ക് പിഴവ് പറ്റിയ തരത്തിൽ മാത്രമാണ് പരാമർശമുള്ളത്. ഓക്കെ, താങ്ക് യു വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ചികിത്സയിൽ ഉള്ള കുട്ടിയുടെ ആരോഗ്യനിലയിലെ പുരോഗതി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന വിവരം വരുന്നു. ഈ ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് കൂടി കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. പയ്യോളി സ്വദേശിയായ 14-കാരന് ഈ രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച.